വാഹനം പിടിച്ചെന്ന് മാത്രമല്ലാണ്ട് അവർ പ്രതിനെ കൊണ്ടുവരുന്നു എന്ന് ഉറപ്പ് വന്നതിന് പ്രതിനെ എന്താ നാട്ടിൽ. പക്ഷെ ഇന്ന് വരെയായിട്ട് 1.5 മാസമായിട്ട് ഒരു ഇനി അവർ വിളിക്കലോ ഒന്നുമില്ല. 3 മാസം കിടക്കുമ്പോൾ വലിയ പൈസ വേണ്ടി വരും. ഒരു മാസത്തിൽ തന്നെ ഓരോ 18 പറയും, 8 ലക്ഷം രൂപ നമ്മളെ കയ്യിൽ ഇല്ല. മോളിപ്പെന്ന് വെച്ചാല് ഓർമ്മ വീണിട്ടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടക്കിടക്ക് ടിപ്സ് വരും, പനി വരും. ഇതന്നെ 2 ദിവസം ഭയങ്കര ഇതായിരുന്നു. അത്ര കളിയാണ് മോള് കളിച്ചത്. എന്നിട്ട് അവളെപ്പാട് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയി. പനി എന്ന് വെച്ചാൽ കൈയും കാലും ഇട്ട് അടിക്കുക, കാണാൻ കഴിയില്ല കുഞ്ഞിന്റെ കളിക്ക്. നമസ്കാരം. ദൃഷാന എന്ന 10 വയസ്സുകാരി പെൺകുട്ടിയെ മലയാളി അത്ര എളുപ്പത്തിലൊന്നും മറന്നു കാണില്ല. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് തന്റെ മുത്തശ്ശിക്കൊപ്പം വടകര വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ കാർ ദൃഷാനയെയും മുത്തശ്ശിയെയും ഇടിച്ചു തെറിപ്പിച്ചത്. ദൃഷാനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മുത്തശ്ശി ബേബി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ദൃഷാന കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഏതാണ്ട് 10 മാസക്കാലം നീണ്ട അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ഡിസംബറിലാണ് കേരള പോലീസ് ദൃഷാനയെ ഇടിച്ചു തെറിപ്പിച്ച വാഹനം ഏതാണ് എന്ന് കണ്ടെത്തിയത്. വെള്ള നിറത്തിലുള്ള കാറും അതിന്റെ ഉടമസ്ഥനായ വ്യക്തിയെയും പോലീസ് തിരിച്ചറിഞ്ഞു. നിലവിൽ ആ കാർ വടകര പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വാഹനം ഓടിച്ചിരുന്ന പ്രതിയായ ഷജീൽ എന്ന വ്യക്തി, അദ്ദേഹം വിദേശത്തേക്ക് കടന്നിരുന്നു. അദ്ദേഹത്തെ തിരികെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കേരള പോലീസ് ആ സമയത്ത് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും മറ്റും മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ വാഹനം കണ്ടെത്തിക്കഴിഞ്ഞ് 1 മാസം പിന്നിട്ടതിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് ഒരടി പോലും കേസ് മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്നാണ് ദൃഷാനയുടെ കുടുംബം ആരോപിക്കുന്നത്. കോടതിയിൽ ഇനിയും കേസ് എത്തിയിട്ടില്ല. മാത്രവുമല്ല, മകളുടെ ആരോഗ്യസ്ഥിതി നാൾക്ക് നാൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് തങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ അധികാരികളുടെ ഭാഗത്ത് നിന്ന് തങ്ങൾക്ക് അനുകൂലമായ യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും ദൃഷാനയുടെ കുടുംബം പറയുന്നു. ഇപ്പോൾ ദൃഷാനയുടെ അമ്മ നമ്മളോട് കൂടി ചേരുന്നുണ്ട്. ഇപ്പൊ മകളുടെ വാഹനം കണ്ടെത്തിയിട്ട് ഏകദേശം 1 മാസത്തോളമായി. എന്താണ് അതിന് ശേഷമുള്ള നടപടികൾ? അതിന് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല. വാഹനം പിടിച്ചെന്ന് മാത്രമല്ലാണ്ട് അവർ പ്രതിനെ കൊണ്ടുവരുന്നു എന്ന് ഉറപ്പ് വന്നതിന് പ്രതിനെ എന്താ നാട്ടിൽ. പക്ഷെ ഇന്ന് വരെയായിട്ട് 1.5 മാസമായിട്ട് ഒരു ഇനി അവർ വിളിക്കലോ ഒന്നുമില്ല. ഇപ്പൊ പിന്നെ അന്നേരം പറഞ്ഞു മോളെ എവിടെയും കൊണ്ടാവാ, പിന്നെ നല്ല ചികിത്സയും ചെയ്യാന്നു പറഞ്ഞു. പക്ഷെ അതിന്റെ ഒരു കാണിക്കില്ല. ഇപ്പൊ പ്രൈവറ്റിൽ ഇപ്പൊ ഗവൺമെന്റ് ആസ്പത്രി ചികിത്സയെല്ലാം കഴിഞ്ഞു. അവരെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ ഈ അവസ്ഥയിൽ ഇപ്പൊ കാണുന്നില്ല. ഇവര് പെട്ടെന്ന് നോക്ക് സുഖടായാൽ പിന്നെയും കൊണ്ടുപോകണം. പോക്കിന് വെച്ചാല് നല്ല ചികിത്സ വേണമെന്നാ പറയുന്നത്. ഫിസിയോതെറാപ്പി പിന്നെ ന്യൂറോന്റെയും കൂടിയുള്ള ചികിത്സ. അത് പിന്നെ പ്രൈവറ്റിലല്ലാണ്ട് ഗവൺമെന്റിലില്ല. അതെന്ന് വെച്ചാൽ 4 നേരം വെച്ചിട്ടൊക്കെ ചെയ്യണം പോലും. എന്നാലും ഇമ്പ്രൂവ്മെന്റ് അത് സമയം എടുക്കും. പക്ഷെ ഇപ്പൊ പ്രൈവറ്റിലെല്ലാം 3 മാസം കിടക്കാനാ പറയുന്നത്. 3 മാസം കിടക്കുമ്പോൾ വലിയ പൈസ വേണ്ടി വരും. ഒരു മാസത്തിൽ തന്നെ ഓരോ 18 പറയും, 8 ലക്ഷം രൂപ നമ്മളെ കയ്യിൽ ഇല്ല. കയറി വന്ന് ചുക്കി തിരിഞ്ഞാലും ഒരു 7 ലക്ഷം എന്ന് വെച്ചാൽ കിട്ടിയ പൈസ ഇപ്പൊ മോളെ ആവശ്യത്തിന് മാത്രം എടുത്തു വെച്ചതാ. അതിപ്പോ നമ്മൾ ചിലവിനെടുത്താൽ പിന്നെ ഓരോന്നും കയ്യിലുണ്ടാവില്ല. അപ്പൊ ആങ്ങളെ കാണാൻ പണിക്ക് പോകും. ഇവിടെ ഭർത്താവ് നാട്ടിലുള്ള മോൻ്റെ അടുത്താള എപ്പെങ്കിലുള്ള പണിയുള്ളൂ. പിന്നെ ഭർത്താവിന് അത് പണിയില്ല. ഇവന് പണിക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പൊ 1 മാസം അഡ്മിറ്റ് അല്ല, ഡിസ്ചാർജ് ആയിട്ട് ഒരാഴ്ച വീട്ടിൽ വന്ന് പിന്നെയും മോളെയും കൊണ്ടുപോയി. ഒരു മാസം മോളിപ്പോ ആസ്പത്രിയിലായി. 1 മാസം ഓൻ തന്നെയാ. ഒരാണുങ്ങൾ എന്തായാലും പുറത്ത് പോകണല്ലോ. പെട്ടെന്ന് ഇതാന്ന് വന്നാലും എല്ലാം ടെസ്റ്റിങ് കാര്യത്തിനെല്ലാം ഓൻ തന്നെ വേണം. ഇവിടെ ആങ്ങളെന്റെ ഭാര്യയാണെങ്കിൽ മോളെ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാം അടിപൊളി നടക്കെല്ലാം. അതുകൊണ്ട് പണിക്ക് പോകാനോ ഉള്ള ഇതില്ല. ഇപ്പൊ ഭർത്താവ് മാത്രമേ ഇപ്പൊ എങ്കിലും കിട്ടുന്ന പണിക്ക് പോകുള്ളൂ. അവരുടെ ജീവിതം കഴിഞ്ഞു പോകില്ലല്ലോ. ഇപ്പൊ വാടകയും കൊടുക്കണോ, ചെലവും കാര്യങ്ങളും മോളെ കാര്യങ്ങളെല്ലാം. സാമ്പത്തികം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രൈവറ്റിൽ കൊണ്ടുപോകണമെന്ന് വലിയ മോള് നല്ല ചികിത്സ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള സാമ്പത്തിക ശേഷി ഇത്ര വലിയ ലക്ഷങ്ങളൊന്നും നമുക്കില്ല. അതിനുള്ള ഇതില്ല. അതിന്റെ സഹായം എന്ന് വെച്ചാൽ ഇൻഷുറൻസ് വക കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അയാൾ നാട്ടിലെത്താണ്ട് അതും കിട്ടൂലല്ലോ. ഈ ഒരു പ്രതീക്ഷയല്ല. 1.5 മാസമായിട്ട് അതിന്റെ ഒരു കേസ് തെളിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അയാൾ എന്തായാലും നാട്ടിലെത്തിക്കുമെന്ന് പറയാന്നല്ലാണ്ട് ഇതുവരെ അയാൾ നാട്ടിലെത്തിച്ചിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാർ ഇല്ല, ഒന്നും പറഞ്ഞു. പോലീസുകാരെ നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ചില ഗൾഫിലായോണ്ട് അടുത്ത നിയമം ഇവിടുത്തെ നിയമം ഇതുണ്ട് അങ്ങനെയാണല്ലോ അവർ പറയുന്നത്. എന്തായാലും നാട്ടിലെത്തിക്കും. പക്ഷെ കോടതിയിൽ വരെ കേസ് എത്തിയിട്ടില്ല എന്നാ അവർ പറയുന്നത്. ഇത്രയും വലിയ കേസുകളെല്ലാം നേടിയത് എന്തെല്ലാം കേസ് അങ്ങനെ കോടതിയിൽ എത്തി കഴിഞ്ഞാലല്ലേ അതിന്റെ ഒരു ഇതാവും. കോടതിയിൽ എത്തിക്കഴിഞ്ഞാല് കേസിന് ഇൻഷുറൻസ് പണം എല്ലാം കിട്ടണമെങ്കിൽ കോടതിയിൽ കേസ് എത്തണ്ടേ. ഇത്രയും 1.5 മാസമായിട്ട് ഒരു കോടതിയിൽ കേസ് എത്തിക്കാണ്ട് ഇങ്ങനെ പിടിച്ചിട്ടെന്ത് കാര്യം? അയാളെ മാത്രം കിട്ടിയിട്ട് മാത്രം കാര്യമുണ്ടോ? കാറ് മാത്രം കിട്ടിയിട്ട് നമുക്ക് നമ്മളെ ബുദ്ധിമുട്ട് നമ്മൾ അത്രയും ഇതാ. ഈ വാടക വിട്ട് 7,000 രൂപ വാടക കൊടുക്കേണ്ട നിവൃത്തിയൊന്നുമില്ല. എന്നാലും മോളെ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇത്രയും കഷ്ടം ഈ വാടക വീട് എടുക്കേണ്ട ഇത് വന്നത്. ഇപ്പം മോളുടെ അവസ്ഥ എന്താണ്? മോളിപ്പെന്ന് വെച്ചാല്
ഓർമ്മ വീണിട്ടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടക്കിടക്ക് ഫിക്സ് വരും, പനി വരും. ഇതന്നെ 2 ദിവസം ഭയങ്കര ഇതായിരുന്നു. അത്ര കളിയാണ് മോള് കളിച്ചത്. എന്നിട്ട് നമ്മളെപ്പാട് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയി. ഇങ്ങനെ തന്നെ ഓരോരിക്ക അവസ്മാരം വരും. പനി എന്ന് വെച്ചാല് കൈയും കാലും ഇട്ട് അടിക്കുക ചെയ്യുക, കാണാൻ കഴിയില്ല കുഞ്ഞിന്റെ കളി. അങ്ങനെ വരുന്ന ഈ വീട്ടിൽ നിന്നാൽ അതുകൊണ്ട് നമ്മളിപ്പോ ഈ വടവിട്ട് ഈ അടുത്ത മെഡിക്കൽ കോളേജിന്റെ അടുത്ത് തന്നെ എന്നിട്ട് പെട്ടെന്ന് കൊണ്ടുപോകാൻ. നാട്ടിൽ പോലെ അന്ന് നടക്കൂല. ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലാകുമ്പോ ന്യൂറോന്റെയോ എല്ലാം കൂടിയുള്ള ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കൊണ്ടുപോകണമെന്ന് അവർ പറയുന്നത്. ഫിസിയോ പിന്നെ പ്രൈവറ്റില് ഗവൺമെന്റ് ആശുപത്രി PMRൽ കടന്നിട്ടെന്ന് വെച്ചാൽ ഒരു നേരം മാറ്റി ഫിസിയോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ പറ്റൂല. എന്നാ നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് ഇവളെ ഡീറ്റെയിൽ എല്ലാം എടുത്ത് പോയവർ അവിടെ നിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ 4 നേരം വെച്ചിട്ട് ഫിസിയോ ചെയ്യണം. പക്ഷെ അവിടുന്ന് അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെ നടക്കൂലല്ലോ. അപ്പൊ പൈസ വെച്ചിട്ട് ഇപ്പൊ ഇവിടുന്ന് ചെയ്യാന്ന് വെച്ചാൽ അത് 1 മണിക്കൂർ അവര് ചെയ്യും. 4 നേരം വെച്ച് ചെയ്യാന്ന് വെച്ചാൽ വലിയ പൈസ ഉണ്ട്. ഒരു പ്രൈവറ്റിൽ കിടന്നുകൊണ്ട് ചികിത്സിക്കാന്നുള്ള ഇത് ആഗ്രഹമുണ്ട്. മോള് ബെറ്റർ ആവും എല്ലാവരും പോയെടുക്കുന്നല്ലോ ഉറപ്പ് തന്നെ. പക്ഷെ വലിയ പൈസയാണ് അവർ പറയുന്നത്, ലക്ഷങ്ങള്. 15-18 ലക്ഷം നമുക്ക് ഒരു മാസം കൊടുക്കാനില്ല. വിറ്റാലും നമുക്ക് അത്ര സാമ്പത്തിക ശേഷി ഇല്ല. മോളൊന്ന് ബെറ്റർ ആയി വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ പ്രതിയും സംശയിക്കുന്ന ഷജീർ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിരുന്നു? ഇല്ല, അയാള് ഇന്നുവരെ നമ്മളെ വിളിച്ചിട്ടില്ല. അയാൾ ഒരാളും ഒരു ഇതും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഫോണോ അങ്ങനത്തൊന്നും ഇന്നുവരെ അയാളെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടായിട്ടില്ല. നിലവിൽ അധികാരികൾ ഇല്ല, ആരും വിളിച്ചിട്ടില്ല. സഹായങ്ങളും കാര്യങ്ങളും സഹായം ആരും ഇതുവരെ ആരും പറ്റുന്നു. പിന്നെ ചാനലിൽ കണ്ടിട്ട് ഓരോരുത്തർ വിളിച്ചിട്ട് മുളക് അന്വേഷിക്കും ചെറുക്കും. അല്ലാണ്ട് വേറെ ഒരാളും ഇങ്ങനെ ഗവൺമെന്റ് ഭാഗത്ത് എത്തുന്ന ഒരാള് സഹായവും ഒരാൾ ഇതുവരെ വിളിച്ചിട്ടില്ല. നമ്മളെ കാണാൻ വന്നിട്ടുമില്ല. തന്റെ പ്രായത്തിലുള്ള മറ്റു കുഞ്ഞുങ്ങളെ പോലെ സ്കൂളിൽ പോകാനോ കളിക്കാനോ ചിരിക്കാനോ ഒന്നും ആ കുട്ടിക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ 10 മാസക്കാലമായി തൃഷാന എന്ന പെൺകുട്ടി തനിക്ക് ചുറ്റും സംഭവിക്കുന്നതൊന്നും അറിയുന്നില്ല. ആ കിടക്ക വിട്ട് ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആ കുട്ടിക്ക് സാധിക്കുന്നില്ല. ഇതിനിടെയാണ് ഇടയ്ക്കിടെ ഉണ്ടാവുന്ന അപസ്മാരങ്ങളും വിട്ടുമാറാത്ത പനിയും ആ കുട്ടിയെ ആരോഗ്യപരമായി ബുദ്ധിമുട്ടിക്കുന്നത്. ആ കുടുംബം അനുഭവിക്കുന്ന സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങൾ വേറെ. തൃഷാനയുടെ അമ്മ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. വാഹനം കണ്ടെത്തിയിട്ട് 1 മാസക്കാലമായി. ആ സമയത്ത് എല്ലാവരും കൊട്ടിഘോഷിച്ച് ഉടൻ തന്നെ തൃഷാനയ്ക്ക് നീതി ലഭിക്കും എന്ന് വലിയ രീതിയിൽ പ്രസംഗിച്ചതുമാണ്. പക്ഷെ ഇപ്പോൾ 1 മാസക്കാലമായിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ചെറുവിരൽ അനങ്ങിയിട്ടില്ല എന്ന പരാതിയാണ് തൃഷാനയുടെ വീട്ടുകാർ ഉന്നയിക്കുന്നത്. നമ്മളിതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു. അവർ നമ്മളോട് പറഞ്ഞത് ഏതാനും ആഴ്ചകൾക്കകം തന്നെ തൃഷാനയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ്. അപ്പോഴും വീട്ടുകാർ ചോദിക്കുന്ന ചോദ്യം ഇതെപ്പോഴാണ് എന്നുള്ള ഉത്തരം അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. തൃഷാനയ്ക്ക് നീതി ലഭ്യമാവുക തന്നെ വേണം. ആ കുടുംബം അനുഭവിക്കുന്ന മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും പരിഹാരം കണ്ടെത്താൻ തൃഷാനയ്ക്ക് ലഭിക്കുന്ന നീതി കൊണ്ടേ സാധിക്കുകയും. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.